ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പെട്ടെന്ന് റെഡിയാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റിയും നല്ല ക്രഞ്ചിയുമായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ തന്നെ ഒരു 200 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് ഇതേപോലെ നന്നായിട്ട് പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പൊട്ടറ്റോ വേവിച്ചത് നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ഞാനിവിടെ ചിക്കൻ ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അതേപോലെ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പൊട്ടറ്റോയും ചിക്കനും ഒക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മസാലകളെല്ലാം നന്നായിട്ട് ചേരുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില നമുക്ക് ഈ ഒരു ടൈമിൽ ചേർക്കാം കേട്ടോ. ഇനി ഞാനിതെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ കടായി എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. നല്ല ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ നെയ്യിൽ കിടന്ന് ഈ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ റവ വറുത്ത് നല്ലൊരു മണമൊക്കെ വരും. അതുവരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ റവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനിയും ഈ റവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് നല്ല തിളപ്പിച്ച ചൂടോടുകൂടി തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയും ഈ റവ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം. അതുവരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കുക കേട്ടോ. ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വലിയ ബൗളിലേക്ക് ഈ റവ കുഴച്ചത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കാം. ഞാനിപ്പോൾ മൈദയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഇതേപോലെ എടുത്ത് വയ്ക്കുക. ഇനി നമ്മളൊരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് നമുക്ക് ചപ്പാത്തി കോലുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അത്യാവശ്യം കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ ഇതേപോലെ റൗണ്ടിൽ എന്തായാലും മതി, ഒരു ടിന്നിൻ്റെയൊക്കെ അടപ്പായാലും അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ചുറ്റുപാത്രത്തിൻ്റെ ചെറിയ അടപ്പായാലും എന്തായാലും മതി, അല്ലെങ്കിൽ ഇതേപോലെ അച്ചുണ്ടെങ്കിൽ അത് മതി. ഇതേപോലെ റൗണ്ടായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. ബാക്കി എക്സസൈസായിട്ട് വരുന്ന മാവ് വീണ്ടും ഇതേപോലെ പരത്തിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ ആ മിശ്രിതം ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ മറ്റൊരു മാവും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. ഒരു സാൻഡ്വിച്ച് പോലെയൊക്കെ നമുക്കിതേപോലെ ഒരു ഷേപ്പിലെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉരുളകൾ പുറത്തോട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ അതിങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളൊരു കുക്കീസിൻ്റെ ഒക്കെ മുകൾ ഭാഗം പോലെ തന്നെ ഇരിക്കും. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരളവിൽ നമുക്കൊരു 10-15 എണ്ണം കിട്ടും. ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതേപോലെ എല്ലാം ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവായതുകൊണ്ട് തന്നെ അതിൽ നടുവിലുള്ള ചിക്കൻ്റെ കൂട്ട് പുറത്ത് പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക്
ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. 2 വശവും നന്നായിട്ട് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അധികം എണ്ണയൊന്നും പിടിക്കുകയല്ല കേട്ടോ. കാണുമ്പോൾ എണ്ണയൊക്കെ പിടിക്കുമെന്ന് തോന്നുമെങ്കിലും അധികം എണ്ണയൊന്നും പിടിക്കത്തില്ല. നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 3-4-5 പീസ് ഒന്ന് മാറ്റി വെച്ചാൽ മതി ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട്. അത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഈ ഒരു ഗോൾഡൻ നല്ലൊരു നിറത്തിൽ വറുത്തെടുക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് കൂടുന്നത്. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ചൂടോടുകൂടി കഴിക്കുന്നതിനാണ് സ്വാദ് കൂടുതൽ കേട്ടോ. നല്ല ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് റെഡിയാക്കാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.